ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നതേ ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോവാണ് കേട്ടോ. എവിടേക്കാണെന്ന് വെച്ചാല് ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും വിചാരിക്കും ഞങ്ങൾക്ക് എന്താണ് വട്ടുണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകാനെന്ന്. അത് വേറൊന്നുമല്ല, ആദ്യം നമ്മൾ നാട്ടിൽ വന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ 2 കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നാട്ടിലേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ അന്ന ബേബിക്ക് സ്കൂളിൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഒരു 1.5 months വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ 7:30 ട്രെയിൻ. അങ്ങനെ നമ്മളത് ഫൈനലി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. നമുക്കിനി നേരെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് പിടിച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ ക്യാബിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനകത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാത്രി ഫുഡൊക്കെ വാങ്ങാനായിട്ടിരിക്കുകയാണ്. ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നമ്പർ 8 ആണ്, അങ്ങോട്ടേക്ക് പോവാണ്. ഫൈനലി ഇതേ നമ്മുടെ ട്രെയിനിനകത്ത് വന്നു. നമ്മുടെ കമ്പാർട്ട്മെന്റിലേക്ക് കയറി ലഗേജസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്യാമ ഇത്തവണ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ ബേബി ഫസ്റ്റ് തന്നെ സൈഡ് സീറ്റ് ഒക്കെ പിടിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഇത്തവണ ഡിന്നറിന് നമുക്ക് വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ റെയിൽവേയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചപ്പാത്തിയും ചിക്കനും പിന്നെ ബിരിയാണിയും ന്യൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷാർപ്പ് 7:30 ആയപ്പോൾ ട്രെയിനൊക്കെ എടുത്തു. നമ്മൾ ചെന്നൈയോട് വീണ്ടും ബൈ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് പോവാണ്. ഇത്തവണ ഞങ്ങളുടെ കൂടെ ശ്യാമം കൂടെ വരുന്നത് കൊണ്ട് അത്ര സങ്കടമില്ല കേട്ടോ പോകുമ്പോൾ. അങ്ങനെ യാത്ര തുടങ്ങിയ ഒരു 1.5 hours ഒക്കെ കഴിഞ്ഞു. ഒരു 9 മണിയോട് അടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാന്ന് ഓർത്തിട്ട് കിടക്കാന്ന് പറഞ്ഞ് തന്നെ ഇണങ്ങിയിരിക്കുകയാണ് കേട്ടോ അനുബേബിക്ക് കുറച്ച് നേരം കൂടെ അങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടൊക്കെ ഇരിക്കണം. രാത്രിയാണ്, പുറമെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആൾക്ക് ഇപ്പോഴേ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇത്. പിന്നെ നാളെ രാവിലെ ഇനി കാഴ്ചകളൊക്കെ കാണാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച ആളെ എത്തി ഉറക്കി. ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. അങ്ങനെ നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഏതാണ് സ്റ്റേഷൻ എന്നൊന്നും അറിയില്ല, അങ്കമാലി ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ബ്രഷ് ഒക്കെ ചെയ്ത് വന്നിട്ടിരുന്ന് കാഴ്ചകൾ കാണുകയാണ് കേട്ടോ. അന്നു ബേബി നല്ല രീതിയിൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അക്കു ഇവിടെ മുകളിലുണ്ട്, അവൻ മിഡിൽ ബർത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ശ്യാമുണ്ട്. ശ്യാമ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും കേട്ടോ, എറണാകുളത്ത് ഇറങ്ങും. ശ്യാമിന് അവിടെ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ എടുക്കാറായി. അപ്പോൾ ശ്യാമിനെ സീ ഓഫ് ചെയ്യാനായിട്ട് ഞാനും ഡോറിനടുത്തേക്ക് വന്നു. അപ്പോൾ സ്റ്റേഷൻ റീച്ച് ആയി. ശ്യാമ ഇറങ്ങുകയാണ്. ഇറങ്ങി ബായി ഒക്കെ പറഞ്ഞു നേരെ വിൻഡോയുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ വിൻഡോയുടെ അടുത്ത് വന്നിട്ട് പിള്ളേർക്കും ബായ് തന്നു. വീണ്ടും ഞാൻ ബായി ഒക്കെ കൊടുത്ത് അങ്ങനെ ശ്യാമ അങ്ങ് പോയി. അങ്ങനെ ട്രെയിൻ വീണ്ടും നീങ്ങി തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് നല്ല സൺറൈസ് ഒക്കെ ആയി നിൽക്കുന്ന ആ ഒരു സീൻ കാണാൻ പറ്റി. എപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഇനി നമ്മുടെ വീട് പിടിക്കാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 പേർക്കും ഇഡ്ഡലിയും വടയും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്ക് 10 മണി. ആ ടൈമിനുള്ളിൽ കുട്ടികൾക്ക് നല്ല വിശപ്പാവും. അതുകൊണ്ട് പിന്നെ താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഇത് വാങ്ങി കൊടുത്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഫൈനലി നമ്മുടെ കൊല്ലം സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ആ ഒരു ബോർഡ് കാണുമ്പോഴല്ലോ എത്ര വട്ടം കണ്ടാലും ഇങ്ങനെ വീണ്ടും അവിടേക്ക് തിരിച്ചു വരുമ്പോൾ ഭയങ്കര അത് കാണുമ്പോൾ ഉള്ള ഒരു ആശ്വാസം, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ നീണ്ട 15 മണിക്കൂറത്തെ വെയിറ്റിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നിർത്താനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി സ്റ്റേഷന് പുറത്തെത്തി. ഞങ്ങളെ വിളിക്കാനായിട്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ വിയർത്ത് കുളിച്ചൊരു പരുവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വേഗം വീട്ടിലേക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് എന്തെങ്കിലും കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.